നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1975 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. രാവിലെ 10 ആരംഭിച്ച സംഗമത്തിൽ എ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പങ്കെടുത്തു. മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. PM സ്കറിയ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ഹരിദാസ് B സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നായർ കൃതജ്ഞതയും പറഞ്ഞു. മുൻ അധ്യാപകൻ AU അഗസ്തി, സ്കൂൾ ലോക്കൽ മാനേജർ ലേഖ കേശവൻ, പ്രധാനാധ്യാപിക M ഗീതാദേവി എന്നിവർ സംസാരിച്ചു. അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ഇതേ ബാച്ചിലെ തന്നെ 10C കൂടിയതായിട്ട് പേപ്പറിൽ പടം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് കൂടാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോകാനുള്ളൊരു മാനസികാവസ്ഥ സമയമില്ലാത്തതുകൊണ്ട് അതിന് പോയില്ല. അങ്ങനെ ഇരുന്നപ്പം ഒരു സുപ്രഭാതത്തിൽ PM സ്കറിയ വീട്ടിൽ വന്നു. ഹരി, നമ്മൾ ഇങ്ങനെ കൂടാൻ പോകും. ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീണ്ടും PM സ്കറിയ വന്നു. ചെറിയ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോ 10 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിയുന്നത്. 22 ഹൈസ്കൂളിലേക്ക് അല്ലി കിഴവമ്പിയിൽ നിന്ന് വന്നു. ഞാൻ UP സ്കൂളിൽ നിന്നു. അവിചാരിതമായി നമ്മൾ ഈ പാടം നമ്മുടെ ഓർത്ത് നെൽകൃഷി ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് വന്നങ്ങനെ പരിചയപ്പെട്ടതാണ്. അന്നത്തെ പരിചയമാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്നു. അപ്പോൾ ഗുവേഷണി കടന്നില്ല. അന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഡേറ്റുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 75 എപ്പോഴും ഒരു അടിയന്തരാവസ്ഥയുടെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറയാറുണ്ട്, ഇങ്ങനെ സമരമൊക്കെ നടക്കാറുണ്ട്. ഒത്തിരി ടെൻഷൻ അച്ഛനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പ്രായ വ്യത്യാസം ഉണ്ടല്ലോ, പിള്ളേർ തമ്മിലാണേലും ഇവിടെ പഠിക്കുന്ന കുട്ടികളാണേലും അന്ന് ലേഡീസൊക്കെ വലിയ ഹാഫ് സാരിയൊക്കെ കൊടുത്ത് അവിടെ വന്നുകൊണ്ടിരുന്നത്. ഇനി എന്നെ അറിയുമെന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. എനിക്ക് ഞാൻ പഠിപ്പിച്ച ഇവിടുത്തെ സാറിന്മാർ എല്ലാവരും തന്നെ എന്നെ പഠിപ്പിച്ചവരാണ്. ഈ മണ്ണൂരിലെ സാറിന്മാർ മുഴുവൻ എന്നെ പഠിപ്പിച്ച സാറന്മാരാണ്. അതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. CN സുരേന്ദ്രൻ നായർ ഇവിടെ ഇതൊക്കെ പറഞ്ഞ പോലെ 1975 ബാച്ചിലെ ഫ്രണ്ട് ബെഞ്ചിൽ ഏറ്റവും ആദ്യം ഇരുന്ന ആൾ ഞാനായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംഗമത്തെ കുറിച്ച് ഇവിടെ നമ്മുടെ PM സ്കറിയ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അറിയുമെന്ന് ചോദിച്ചു. കാരണം കരിയർ നമ്പർ എൻ്റെ നേരത്തെ ഉള്ള ജോലി അറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഏകദേശം അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് PM സ്കറിയക്കാണ് നന്ദി രേഖപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ മനസ്സാണ് ഇന്നിവിടെ ഇത്രയും ഇവിടെ കൂടാൻ സാധിച്ചത് എന്ന് പറയുന്നത്. തീർച്ചയായും 50 വർഷങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുന്നവർക്കും ഇപ്പൊ ചോദിച്ച പോലെ ചെറുപ്പക്കാരനായി നിൽക്കുന്നൊരു സുരേന്ദ്ര എന്ന് ചോദിക്കുന്ന ആ വഴികൾ കേട്ടു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മ. അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അത് ഏതൊക്കെ ജീവിതമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് സംഗമം തീർക്കും. അപ്പൊ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പഴയകാല കൂട്ടുകാരെ കാണുമ്പോഴും അവരുടെ ആ ഒരു കണ്ണുകളിലെ തിളക്കവും
അതുപോലെ തന്നെ ആ ചിരിയും ഒക്കെ നമ്മളെ വീണ്ടും ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.